ഹലോടാ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോക്കുക, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് USSന് ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ ചോദ്യങ്ങളുടെയും കടന്നു പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ മലയാളമാണ് വളരെ പ്രയാസമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കറിയാം. പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക, എൻറ്റയർലി മാറും. നമുക്കറിയാം മലയാളം ഒക്കെ എന്ത് ചെയ്യും, എൻറ്റയർലി മാറുന്നുണ്ട്. മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാറ്റേൺ അല്ല, ചോദ്യങ്ങളൊക്കെ എൻറ്റയർലി മാറുന്നുണ്ട്. മലയാളം ഇംഗ്ലീഷ് മാത്രമല്ല, ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, മാത്സ് എല്ലാം എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. സോ അങ്ങനെ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മലയാളമാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, സോ നോക്കുക. ആദ്യത്തെ ചോദ്യം, എല്ലാം മറന്ന് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നതിൽ ഏതാണ്? ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. എല്ലാം മറന്ന് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ കൃത്യമായി നോക്കുക. നിശ്ചലമായി, ശൂന്യമായ മനസ്സോടെ, സ്വയം മറന്ന്, നിശബ്ദമായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിശ്ചലമായി, ശൂന്യമായ മനസ്സോടെ, സ്വയം മറന്ന്, നിശബ്ദമായി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിച്ച് പറയാൻ പറ്റും. എല്ലാം മറന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയം മറന്ന് എന്നാണ്. ഓക്കെ, സ്വയം മറന്ന് എന്നാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, ഒരു കൃതി നൽകിയിട്ടുണ്ട്. മുൻമൊഴി. മുൻമൊഴി എന്ന സമാഹാരം ആരുടേതാണ്? 4 ഓപ്ഷനുകൾ: ജി കുമാരപിള്ള, വള്ളത്തോൾ നാരായണമേനോൻ, സുഗതകുമാരി, എം ടി വാസുദേവൻ നായർ. മുൻമൊഴി എന്ന സമാഹാരം. ഇങ്ങനെ കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സുഗതകുമാരിയുടെ കൃതിയാണ് മുൻമൊഴി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക്. ശരിയായി എഴുതിയ പദമേത്? ഇതൊക്കെ ആ ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഓരോ പാറ്റേണിലും ഓരോ ചോദ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ശരിയായി എഴുതിയ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? തിരുമണ്ഡലം എന്നാണ് പദം. കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ എ, തിരുമണ്ഡലം. ഓക്കെ, ഓപ്ഷൻ എ, തിരുമണ്ഡലം. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് പോവുക. റെഡിയാണല്ലോ. അപ്പോൾ ഓപ്ഷൻ എ, തിരുമണ്ഡലമാണെന്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, മനോജ്ഞവും എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് ലഭിക്കുക? ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വളരെ പ്രയാസമായിട്ട് നേരിടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മനോജ്ഞവും എന്ന പേര് അല്ലെങ്കിൽ ആ പദം പിരിച്ചെഴുതിയാൽ നോക്കുക, ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവ. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായുള്ള ഉത്തരം. മനോജ്ഞം പ്ലസ് ഓർ അധികം എന്നാണ്. അങ്ങനെയാണ് മനോജ്ഞവും എന്നുള്ള പദം നമുക്ക് ലഭിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. വളരെ രസകരമായൊരു ചോദ്യമാണ്. സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ കണ്ടെത്തുക. 4 സൂചനകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചോദ്യമാണിത്. സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ കണ്ടെത്തുക. പരിസ്ഥിതി സ്ത്രീ പ്രശ്നങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു. അഭയ എന്ന സ്ഥാപനത്തിന് വേണ്ടി മുൻകൈയെടുത്ത ഒരു എഴുത്തുകാരിയായിരുന്നു. രാത്രിമഴ, പാവം, മാനവഹൃദയം തുടങ്ങിയവയാണ് കൃതികൾ. രാത്രിമഴ, പാവം, മാനവഹൃദയം എന്നിവയാണ് കൃതികൾ. എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 4 എഴുത്തുകാരികൾ: ബാലാമണിയമ്മ, കടത്തനാട്ട് മാധവിയമ്മ, വിജയലക്ഷ്മി, സുഗതകുമാരി. ആരാണ് ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, സുഗതകുമാരി. റെഡിയാണല്ലോ, സുഗതകുമാരി. അടുത്ത ചോദ്യം, ഒരു വരി നൽകിയിട്ടുണ്ട്. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഓക്കെ, ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഈ വരി ഏത് കവിതയിലേതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷനുകൾ: നളിനി, വീണപൂവ്, പ്രേമസംഗീതം, പുഷ്പവാടി. നളിനി, വീണപൂവ്, പ്രേമസംഗീതം, പുഷ്പവാടി. കൃത്യമായിട്ട് ഓർത്ത് വെച്ചു പോവുക. ഉത്തരം വീണപൂവിലെ വരികളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. നോക്കുക, കാറ്റ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? സമാന പദങ്ങളല്ല, കാറ്റ് എന്ന അർത്ഥം വരാത്ത പദങ്ങൾ വിപരീത പദങ്ങൾ.
ഏതാണ്? മാരുതൻ, അനിലൻ, പവനൻ, അനലൻ. ഇതിൽ കാറ്റ് എന്ന് അർത്ഥം വരാത്ത പദമാണ് ഉത്തരം അനലൻ. അടുത്ത ചോദ്യം സന്ധിയുമായി ബന്ധപ്പെട്ടാണ്. മഞ്ഞ അധികം പൂമ്പൊടി, അത് മഞ്ഞപ്പൂമ്പൊടിയായി മാറി. മഞ്ഞ അധികം പൂമ്പൊടി മഞ്ഞപ്പൂമ്പൊടിയായി മാറി. ഇതിലെ സന്ധി ഏതാണ്? 4 സന്ധികൾ: ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. ഇതിൽ മഞ്ഞ അധികം പൂമ്പൊടി, ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും ദ്വിത്വസന്ധിയാണ് അല്ലേ. അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്തത് അല്ലേ. എന്താണ്? അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്തത്. മഞ്ഞപ്പൂമ്പൊടി, പാ എന്ത് ചെയ്തു? ഇരട്ടിച്ചു, മഞ്ഞപ്പൂമ്പൊടിയായി മാറി. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം, പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച സാഹിത്യകാരി ആരാണ്? ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച സാഹിത്യകാരി: ബാലാമണിയമ്മ, ലളിതാംബിക അന്തർജനം, സുഗതകുമാരി, പി വത്സല. ഉത്തരം നിങ്ങൾ ഓർത്തു വയ്ക്കുക, സുഗതകുമാരി. അവർക്കാണ് ആദ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത്. അനിർവചനീയം എന്നത് നിർവചിക്കാനാവാത്തത് എന്നാണ് അർത്ഥം. ഈ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ്? അനിർവചനീയം, നിർവചിക്കാനാവാത്തത്. അവിരാമം, അന്തരീക്ഷം, അനീതി, അക്രമം. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അന്തരീക്ഷം. ഓക്കെ, ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്, പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ് അന്തരീക്ഷം. അമ്മ എന്നർത്ഥമുള്ള പദം ഏതാണ്? ധരണി, ജനനി, ഷോണി, ക്ഷിതി. ഇതിൽ നിങ്ങൾ സമാനാർത്ഥങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകണം കേട്ടോ. അമ്മ എന്നർത്ഥമുള്ള പദം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക, ജനനി. അടുത്ത ചോദ്യം, സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഗതകുമാരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സുഗതകുമാരിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം അമ്പലമണി, മുത്തുച്ചിപ്പി, രാത്രിമഴ, സുജാത. ഓർത്തു വയ്ക്കുക, ഉത്തരം മുത്തുച്ചിപ്പിയാണ് സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം. അടുത്ത ചോദ്യം, ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ കവിത രചിച്ചത് ആരാണ്? കുമാരനാശാൻ, ബോധേശ്വരൻ, വള്ളത്തോൾ നാരായണ മേനോൻ, കുരീപ്പുഴ ശ്രീകുമാർ. ഉത്തരം ബോധേശ്വരൻ. ബോധേശ്വരനാണ് ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ കുറിഞ്ഞിപ്പൂക്കൾ, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, നളിനി. ഉത്തരം നളിനി. ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുഗതകുമാരിയുടെ സ്ഥാപനം ഏതാണ്? അഭയ, ആലംബം, ആശ്രയ, അമ്മ വീട്. ഓക്കെ, ഉത്തരം അഭയ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുഗതകുമാരിയുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് അഭയ. അപ്പോൾ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോയി. USSന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോവുക. നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.